Hello guys, SreeGX പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ 3 കിട്ടില്ലം പ്രോഡക്ട്സ് ആണ്. ഒന്ന് റിയൽമി ബഡ്സ് ക്യൂ, 2 റിയൽമി പവർ ബാങ്ക്, 3 റിയൽമി വാച്ച്. ഇതിൽ ഏത് നമുക്ക് ആദ്യം റിവ്യൂ ചെയ്യണം? റിയൽമി ബഡ്സ് ക്യൂ. ഓക്കെ, റിയൽമിയുടെ എൻട്രി ലെവൽ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ഇൻ ഇയർ ട്രൂലി വയർലെസ് ഇയർഫോൺ ആണ് റിയൽമി ബഡ്സ് ക്യൂ. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഈ ടോപ്പ് പോർഷനിൽ കാണുന്ന ബ്ലാക്ക് ബോക്സ് കേസ് ആണ് നമ്മുടെ റിയൽമി ബഡ്സ് ക്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും കൂടാതെ ഒരു ചാർജിങ് കേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും. അതവിടെ ഇരിക്കട്ടെ, പിന്നീട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇന്ന് നമ്മുടെ യൂസർ ഗൈഡ്. നമുക്ക് അറിയാം യൂസർ ഗൈഡിൽ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത്, ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും, ബാക്കി ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് എങ്ങനെയാണെന്നും പെയർ ചെയ്യുന്നതും ഇതിൻ്റെ ബാക്കി ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ചാർജിങ് കേബിളാണ്, നമ്മുടെ നോർമൽ ടൈപ്പ് വൈ കേബിളാണ്, മൈക്രോ USB കേബിളാണ്. പിന്നീട് ഇതിൻ്റെ അകത്തുള്ളത് കുറച്ച് ഇയർ ടിപ്സുകളാണ് പല സൈസിലുള്ള. ഇപ്പം ഇതിൽ ഇൻക്ലൂഡഡ് ചെയ്തിരിക്കുന്നത് 3 സൈസിലുള്ള ഇയർ ടിപ്പാണ്. സ്മോള്, മീഡിയം, ലാർജ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാൻ ഒക്കും. ഇനി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് പോകാം. നമ്മുടെ ചാർജിങ് കേസ് നമ്മൾ ഓപ്പൺ ചെയ്തു, നമ്മുടെ ബഡ്സ് ക്യൂ എടുത്തു. അപ്പോൾ ടോപ്പിൽ 2 സ്റ്റിക്കർ ഉണ്ട്, അത് നമുക്ക് പീൽ ചെയ്ത് കളയാം. കാരണം ഇത് ഫെദർ ടച്ച് കൺട്രോളാണ്, അപ്പോൾ അത് നമ്മൾ കളഞ്ഞു. ആദ്യം തന്നെ എൻ്റെ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ജോസ് ലെവി എന്ന് പറയുന്ന ഒരു വേൾഡിലെ നമ്പർ 1 ആർട്ട് ഡയറക്ടറാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം അദ്ദേഹം കൂടുതലായിട്ടും ചിലവഴിച്ചിരുന്ന ഈ ബീച്ചുകളിലൊക്കെ സൈഡിലായിരുന്നു. അപ്പം അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു റൗണ്ട് ഷേപ്പിലെ കല്ലുകൾ കാണുമല്ലോ. അപ്പോൾ ആ സ്റ്റോൺസ്, കോബിൾ സ്റ്റോൺസ് എന്ന് പറയും, ആ സ്റ്റോൺസിൻ്റെ ഒരു ഷേപ്പിലാണ് ഇദ്ദേഹം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ചെവിക്കുള്ളിൽ വളരെയധികം ഫിറ്റായിട്ട് ഇരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയാണ് ഈ ഡിസൈൻ റിയൽമി സ്റ്റുഡിയോയ്ക്ക് ഇദ്ദേഹം ചെയ്തു കൊടുത്തത്. ഇതിലെ കുറച്ച് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഡ്രൈവേഴ്സ് 10mm ബാസ് ബൂസ്റ്റ് ഡ്രൈവേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കും. കൂടാതെ AAC HD ഓഡിയോ കോഡക്കും ഡൈനാമിക് ബാസ് ബൂസ്റ്റ് സൊല്യൂഷൻ ഇതിൽ എനാബിൾ ചെയ്തിരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു HD ക്വാളിറ്റി സൗണ്ട് ഇതിൽ കേൾക്കാനും ഒക്കും. കൂടാതെ നോർമൽ ബാസിനെയും കാട്ടി കുറച്ചും കൂടെ പവർഫുള്ളും ഡീപ്പും ആയിട്ടുള്ള ഒരു ബാസ് നമുക്ക് എക്സ്പീരിയൻസും ചെയ്യാൻ ഒക്കും. പിന്നീട് ഇതിൻ്റെ കണക്ടിവിറ്റിയെ കുറിച്ച് പറയാം. ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് കണക്ഷൻ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുന്നത്. സപ്പോസ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ നമ്മളൊന്ന് ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് നമ്മൾ ആ ചാർജിങ് കേസിൽ നിന്ന് ഹെഡ്ഫോൺ ഒന്ന് എടുക്കുമ്പോൾ തന്നെ ആയിരിക്കും ഒരു മില്ലി സെക്കൻഡ് വ്യത്യാസത്തിലായിരിക്കും ഇത് കണക്റ്റ് ആവുന്നത്. അത് ഇതിൻ്റെ ഒരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. മറ്റ് 2 ഫീച്ചറുകളിൽ ഒന്നാണ് ഇതിൻ്റെ ഇൻ്റലിജൻറ്റ് കൺട്രോൾ. വളരെയധികം സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഫെദർ ടച്ചാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഗെയിമിംഗ് മോഡ് എന്ന് പറയുന്ന പുതിയൊരു മോഡും ഉണ്ട്. ഈ മോഡ് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ 190 ms വരെ സൂപ്പർ ലോ ലാറ്റൻസി ഫീൽ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു വോയിസ് ഡിലേ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മോഡ് നല്ല ആക്റ്റീവ് ആണെങ്കിൽ പല ലൈവ് ഗെയിംസ് ആണെങ്കിൽ യൂട്യൂബിൽ സിനിമയോ അല്ലെങ്കിൽ സോങ്സൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് ആ ഒരു വോയിസ് ഡിലേ ഫീൽ ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ വെയിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സിംഗിൾ ഹെഡ്ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3.6 ഗ്രാമാണ്. ഇതിൻ്റെ ചാർജിങ് കേസിൻ്റെ വെയിറ്റ് 28.2 ഗ്രാമാണ്. ഈ 3.6 ഗ്രാം നോർമലി ഒരു A4 ഷീറ്റിന് തന്നെ 4.3 ഗ്രാം അപ്രോക്സിമേറ്റ്ലി വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കാട്ടി തിൻ ആൻഡ് ലൈറ്റ് ആണെന്നാണ് കമ്പനി പറയുന്നത്. അതൊരു നല്ലൊരു ഇതാണ്. നമുക്കപ്പം വേഗം നമുക്ക് യൂസ് ചെയ്യാനും ഒക്കെ, നമുക്ക് കൊണ്ടു നടക്കാനും ഒക്കെ. ഒന്ന് ചിന്തിച്ച് നോക്കും, ഒരു A4 ഷീറ്റ് പേപ്പറിനെയും കാട്ടി ഭാരക്കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ IPX4 ടെക്നോളജി വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഹെഡ്ഫോൺ മാത്രം, ചാർജിങ് കേസ് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫ് 20 hours ഓവറോൾ പ്ലേ ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. 4.5 hours മ്യൂസിക് പ്ലേ ബാക്കും 50 hours സ്റ്റാൻഡ് ബൈ മോഡും നമുക്ക് കിട്ടുന്നുണ്ട്. 3 hours ഓൺ എ സിംഗിൾ കോൾ. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കൊരു 5 hours വരെ ഗെയിമിങ്ങിന് എനിക്ക് കണ്ടിന്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു 100 to 20% വരെ. നിങ്ങൾ റിയൽമിയുടെ ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ റിയൽമി ലിങ്ക് അവൈലബിൾ ആണ്.
അപ്പോൾ ഈ ആപ്പിൽ നിന്ന് നമുക്ക് റിയൽമിയുടെ പ്രോഡക്റ്റ്സ് കണക്ട് ചെയ്യാൻ വെക്കും. ഇത് കണക്ട് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സ് ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് കസ്റ്റം ചെയ്യാൻ വെക്കും. അപ്പോൾ നോർമലി മറ്റുള്ള ഫോണിലൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമൽ യൂസ് ആണ് ചെയ്യാൻ വെക്കുന്നത്. പക്ഷേ ഈ റിയൽമി ലിങ്ക് ആപ്പ് ഉണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ഫംഗ്ഷൻസ് ആണെങ്കിലും നമുക്ക് കസ്റ്റം ചെയ്യാൻ വെക്കും. ഇതിലിപ്പോൾ നെക്സ്റ്റ് സോങ്ങിൽ പോകാനാണെങ്കിൽ പ്രീവിയസ് പോകാനാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡബിൾ ടാപ്പ് ട്രിപ്പിൾ ടാപ്പ് ഒക്കെ നമുക്ക് കസ്റ്റം ചെയ്യാൻ വെക്കും. 3 കളർ വേരിയൻറ്റിലാണ് റിയൽമി ബഡ്സ് ക്യൂ അവൈലബിൾ ആയിട്ടുള്ളത്, വൈറ്റ്, യെല്ലോ, ബ്ലാക്ക്. അപ്പം ഇതിൻ്റെ ഓൺലൈൻ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1999 രൂപയാണ്. ആമസോണിലും റിയൽമി സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് വാങ്ങിക്കാം. ഇനിയുള്ള റിയൽമി പ്രോഡക്ട്സ് നമ്മൾ പിന്നീടുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ദിസ് ഈസ് SreeGX സൈനിങ് ഓഫ്.